നമസ്കാരം. സങ്കല്പിച്ചു നോക്കുക, നമ്മൾ തൊട്ടടുത്തുള്ള കുളച്ചൽ തുറമുഖം, തമിഴ്നാട്ടിലെ കുളച്ചൽ തുറമുഖം നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ പോകുന്നു. ശൈലകമണ്ഡലി ആരംഭിക്കുന്നു. എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയുള്ള സമരത്തിൻ്റെ തുടക്കകാലം മുതൽ നമ്മൾ വയ്ക്കുന്ന ഒരു ആവശ്യമാണ്, ഇതോടൊപ്പം കുളച്ചൽ തുറമുഖവും കൂടി നടപ്പിലാക്കണം. തമിഴ്നാട് ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. കാരണം രണ്ട് തുറമുഖങ്ങൾക്കും രണ്ടും മദർ പോർട്ടുകളാകും. അങ്ങനെയായിരിക്കും അത് വളരുക. രണ്ടു പേർക്കും മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിൽ ഇവിടെ ട്രാഫിക് ഉണ്ടാവും. ഇതാണ് ആദ്യകാലം മുതലുള്ള ചിന്ത. നമ്മുടെ ഇനിയുള്ള നാളുകളിലെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് നടത്തിയ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ തമിഴ്നാട് നമ്മളോട് ആവശ്യപ്പെടാം, കുളച്ചൽ കൂടി ഏറ്റെടുത്ത് നടപ്പിലാക്കാമോ എന്ന്. അതെന്തായാലും അത്തരമൊരു ചിന്തയല്ല ഇന്നത്തെ വിഷയം. ഫെബ്രുവരി 28 ഹോർമോസിൽ യുദ്ധത്തിൻ്റെ തടയൽ അല്ലെങ്കിൽ കപ്പൽ മേഖലയിൽ അത് ബാധിച്ചു തുടങ്ങിയത് ഫെബ്രുവരി 28. ഇപ്പോൾ ഫെബ്രുവരി നമുക്ക് വിടാം. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ പകുതി, 4.5 മാസത്തിനകം ദുബായ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു പ്രദേശം, അവരൊരു അടുത്ത സംസ്ഥാനം, നമ്മളെപ്പോലെ കേരളം, തമിഴ്നാട് പോലെ അവരടുത്ത ഫുജേറ എന്ന് പറയുന്ന അവരുടെ എമിറേറ്റിൽ പുതിയ പോർട്ട് പണിയാൻ ആലോചിക്കുന്നു. കാരണം അവർക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ ഈ അന്തരീക്ഷത്തിൽ ജബലലി പോർട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. എത്ര വേഗതയിലാണ്! 4.5 മാസം. നമ്മുടെ ഇവിടെ 40 മാസമല്ല, 40 വർഷമായാൽ പോലും നമ്മുടെ ചിന്തിക്കാത്ത തലകളാണ് നമ്മളെയൊക്കെ ഭരിച്ചു പൊലിപ്പിക്കുന്നത്. 4.5 മാസത്തിനകം ദ ദുബായ് ബേസ്ഡ് പോർട്ട് ഓപ്പറേറ്റർ ഈസ് ഇൻ ടോക്സ് ടു ഡെവലപ്പ് എ ബ്രാൻഡ് ന്യൂ മൾട്ടിപർപ്പസ് പോർട്ട് ഇൻ ദി കോസ്റ്റൽ ഏരിയ ഓഫ് ഫുജേറ ആൻഡ് എ ന്യൂ ടെർമിനൽ അറ്റ് ദി എക്സിസ്റ്റിംഗ് ഹാർബർ ഇൻ ദി എമിറേറ്റ്. ഗുജറാത്തിൽ അവിടെ ഇപ്പോൾ തന്നെ പോർട്ടുണ്ട്. അതിനകത്തുള്ള ആ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അകത്ത്, ഇക്കോസിസ്റ്റത്തിനകത്ത് ഒരു പുതിയ ടെർമിനൽ പണിയണം. ദുബായ്ക്ക് മാത്രമായിട്ടൊരു ടെർമിനൽ നടപ്പിലാക്കാൻ വേണം. അതിന് പുറമെ ഫുജറയിൽ മറ്റൊരു സ്ഥലത്ത് അവർക്ക് സ്വന്തമായി മൾട്ടിപർപ്പസ് പോർട്ട് വേണം. 4.5 മാസത്തിനകമാണ് അവർ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒരു കടൽ മേഖലയിൽ, കപ്പൽ മേഖലയിൽ, പോർട്ട് മേഖലയിൽ ഒക്കെ ഒരു രാജ്യത്തിന് ലഭിക്കുന്ന നേട്ടം, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാവുന്ന ഭീകരമായ നഷ്ടം. ഇതറിയാവുന്നവർ അവർക്ക് ഒരു ദിവസം പോലും പാഴാക്കാൻ പറ്റില്ല. അവർക്ക് സ്ഥലമില്ലെങ്കിൽ അവരുടെ അടുത്ത സംസ്ഥാനത്തെ സ്ഥലം ചോദിക്കും. ഇനി സംസ്ഥാനത്തും ഇല്ലെങ്കിൽ അടുത്ത രാജ്യത്ത് അവർ ചോദിക്കും. പലർക്കും ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും നിക്ഷേപമുണ്ട്. ഏറ്റവും കൂടുതൽ നിക്ഷേപം അബുദാബി പോർട്സിനാണ്. രാജ്യത്തെ സ്നേഹിക്കുന്നവർ, വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവിടുത്തെ ആളുകൾക്ക്, ജനങ്ങൾക്ക് തൊഴിൽ നൽകണമെന്നുള്ളവർ, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിതം നൽകണമെന്ന് ആഗ്രഹമുള്ള ഭരണാധികാരികളെല്ലാം അവരുറങ്ങാതെ, അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള സ്വപ്നങ്ങളാണ് അവർ കാണുന്നത്. ഉറങ്ങുമ്പോഴുള്ള സ്വപ്നമല്ല, ഉറക്കമില്ലാതാക്കുന്ന സ്വപ്നങ്ങളാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് ഫുജറയിൽ ഇപ്പോൾ പുതിയ പോർട്ട് നടപ്പിലാക്കാൻ അവർ ആഗ്രഹിക്കുന്നത്. DP World's diversification is part of a broader regional response to Iranian attacks on ships in response to the US-Israeli war that began on February 28. ഇനി പ്രത്യേകിച്ചത് അതിൻ്റെ ഇമ്പാക്റ്റ് ഇനി ആ ഇമ്പാക്റ്റിന് കുറേ കാലം ഉണ്ടാകും. എന്നെങ്കിലും ഇത് അവസാനിക്കുമോ എന്നൊരു സംശയമാണ്. അത്ര അധികം അധികാര താല്പര്യങ്ങൾ, അധിനിവേശ താല്പര്യങ്ങൾ ആ മേഖലയിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നിലവിലുള്ള ഒരു ഇക്വേഷനുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അത് ഏറ്റവും ആദ്യം മനസ്സിലാകുന്നത് ട്രേഡിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ലഭിച്ചിട്ടുള്ള ദുബായ് തന്നെയായിരിക്കും. ജബലലി ദ UAE's ബിഗ്ഗസ്റ്റ് പോർട്ട് ബൈ കണ്ടെയ്നർ ത്രൂപുട്ട് ഇൻ 2025. അവർക്ക് 4 കണ്ടെയ്നർ ടെർമിനലുണ്ട് ദുബായ്ക്ക്. സോ ഇമ്പോർട്ട് കണ്ടെയ്നർ ബുക്കിംഗ്സ് ഡിക്ലൈൻ ഫ്രം എ വീക്ക്ലി ആവറേജ് ഓഫ് മോർ ദാൻ 3,500 in February to around 1,500 in early May. യുദ്ധത്തിന് മുമ്പ് ഒരാഴ്ചയിൽ 3,500 കണ്ടെയ്നറുകൾ ഇറക്കുമതിയാണ്.
വീക്ക്ലി ആവറേജ് മോർ ദാൻ ഡിക്ലൈൻ ഫ്രം എ ഇമ്പോർട്ട് കണ്ടെയ്നർ ബുക്കിംഗ്സ്. ഇറക്കുമതി ചെയ്യുന്ന കണ്ടെയ്നറുകളുടെ ബുക്കിങ്ങിന്റെ എണ്ണത്തിൽ 3500 ആയിരുന്നത് ഏർലി മെയ് ആയപ്പോഴത്തേക്കും 1500 കുറഞ്ഞു. അപ്പോൾ 2000 കണ്ടെയ്നറാണ് ഒരാഴ്ചയിൽ കുറവ് വന്നിരിക്കുന്നത്. അവരൊരാഴ്ചയിൽ 3500 കണ്ടെയ്നർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഒരാഴ്ച മുമ്പ് MSC സിമോണ വന്നിട്ട് 4244 കണ്ടെയ്നർ ഇവിടെ ഡിസ്ചാർജ് ചെയ്തു. 1468 കണ്ടെയ്നർ ലോഡ് ചെയ്തു. 5712 കണ്ടെയ്നർ ഒറ്റ കപ്പൽ. അവർക്ക് ഇമ്പോർട്ടാണ്. നമുക്കിവിടെ ട്രാൻസ്ഷിപ്മെന്റ് ഇനത്തിൽ 5700 ഒരു കപ്പലിൽ സംഭവിക്കുന്നു. അപ്പോൾ ഏത് പോർട്ടാണ് കണ്ടെയ്നർ വ്യാപാര രംഗത്ത് ഇപ്പോൾ മികച്ചു നിൽക്കുന്നത്? നമ്മൾ ദുബായിയെ ബീറ്റ് ചെയ്യാനൊന്നും അല്ല നമ്മുടെ ആഗ്രഹം. നമുക്ക് ഏറ്റവും മുൻപന്തിയിലെത്തണം. അങ്ങനെ DP വേൾഡിന്റെ കണക്ക് കേൾക്കുമ്പോൾ ഇമ്പോർട്ട് കണ്ടെയ്നർ ബുക്കിംഗ്സ് ഡിക്ലൈൻ ഫ്രം എ വീക്ക്ലി ആവറേജ് ഓഫ് മോർ ദാൻ 3500 ഇൻ ഫെബ്രുവരി ടു അറൌണ്ട് 1500 ഇൻ ഏർലി മെയ്. അതിപ്പോൾ വീണ്ടും കുറഞ്ഞിട്ടുണ്ടാവും. അവരെ നമ്മൾ കണ്ടു പഠിക്കണം. അവരുടെ അനുഭവത്തിൽ നിന്ന് ഉടനെ അവർ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന ഒരു ഇക്കോണമി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന് മാത്രമേ ലോകത്ത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള സ്റ്റേറ്റ്, അങ്ങനെയുള്ള ഭരണകൂടങ്ങൾ മാത്രമേ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തുകയുള്ളൂ. ഇവിടെ അഹന്തയും അഹങ്കാരവും കൊണ്ട് 10 കൊല്ലം ജനങ്ങളെ കീഴടക്കിയെങ്കിൽ അത് ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ട 10 കൊല്ലത്തെ ചരിത്രമായിട്ട് രേഖപ്പെടുത്തും. അതിനു മുമ്പുണ്ട് അടിയന്തരാവസ്ഥ. അതിനു മുമ്പുള്ള കാലങ്ങൾ തമാശയിലൂടെ ഒരു സംസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച നായനാർ. ഇതൊക്കെ വിലയിരുത്തപ്പെടും. അങ്ങനെ നോക്കുമ്പോൾ ദുബായ് പോലുള്ള ഭരണകൂടങ്ങൾ എന്ത് വേഗതയിലാണ് 4.5 മാസത്തിനുള്ളിൽ മറ്റ് ഒരു സംസ്ഥാനത്ത് പോയി പുതിയൊരു പോർട്ട് തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ഫുജറ ഹാസ് ആൻ എക്സിസ്റ്റിംഗ് ഡീപ്പ് വാട്ടർ പോർട്ട് ദാറ്റ് സ്റ്റാർട്ടഡ് ഓപ്പറേഷൻസ് ഇൻ 1983. നമ്മൾ എന്ത് ചെയ്യായിരുന്നു 1983 അവര് ഫുജറയിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യൻ കിടക്കുന്ന, നമ്മളത് മനസ്സിലാക്കണം. ദുബായ് എന്ന് പറയുന്നത് ഹോർമോസ് കടന്ന് ഉള്ളിലോട്ട് പോകുന്നത്. ഞങ്ങളൊക്കെ പ്രസംഗിച്ച് കിടക്കുന്ന കാലത്ത് ഞങ്ങൾ പറയാറുണ്ട്, നമ്മുടെ ഈ സൂയസ് പാതയിൽ നിന്ന് ഏകദേശം 3.5 ദിവസം അധികം സഞ്ചരിച്ചാണ് ഒരു കപ്പൽ ദുബായിലെത്തുന്നത്. 3.5 ദിവസം. ഇപ്പോൾ അതിൽ നിന്നും ബദലായിട്ടാണ് ഫുജറ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യനാണ്. ഹോർമോസ് കടക്കാതെ ഇപ്പുറത്തോട്ട് വരാവുന്ന ജോഗ്രഫി അധികം പിടിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും പറയുന്നത്. Fujairah has an existing deep water port that started operations in 1983, which today serves containers, dry bulk and liquid bulk cargo. ഏറ്റവും കൂടുതൽ ബങ്കറിംഗ് നടക്കുന്ന ഒരു പോർട്ടായിട്ടാണ് ഫുജൈറ അറിയപ്പെടുന്നത്. ചെറിയൊരു ഡീവിയേഷൻ എടുത്താൽ, ചെറുതല്ല, ഒരല്പം ഡീവിയേഷൻ എടുത്താൽ സുയസ് എന്ന് വരുന്ന കപ്പലുകൾക്ക് അവിടെ പോയി ബങ്കർ എടുത്ത് വരാം. പക്ഷെ ദുബായിൽ പോകണമെങ്കിൽ പിന്നെയും നിരവധി നോട്ടിക്കൽ മൈലുകൾ സഞ്ചരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പരിമിതികളുള്ള ഒരു പ്രദേശത്താണ് ദുബായ് ഇപ്പോൾ അടുത്ത ഫുജറയിൽ തുടങ്ങുന്നത്. അപ്പോഴും ഫുജറ എന്ന് പറയുന്നതും മെയിൻ ത്രെഡ് ലൈൻ, അവർ തന്നെ ഉപയോഗിച്ച വാക്കാണ്, മെയിൻ ത്രെഡ് ലൈനിൽ നിന്ന് വളരെ അകലെയാണ്. അപ്പോഴാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സൗഭാഗ്യം, ഞാൻ ഈ വാക്ക് എന്നോട് ഉപയോഗിക്കുക, ഉടയ തമ്പുരാൻ നമുക്ക് തന്ന സൗഭാഗ്യത്തെ നമ്മൾ ഇത്രയും നാളും മണ്ണിൽ പൂഴ്ത്തി വെച്ചവരെല്ലാം ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഒരു ട്രാക്കത്തോൺ കഥ കുറേ ദിവസം ഒരുപാട് ഇരിപ്പുണ്ട്. ഒരുപാട് കണ്ടെയ്നർ വിപിൻ ധാരാളം വിപിൻ അയച്ചിട്ടുണ്ട്, ഗോപിദാസ് അയച്ചിട്ടുണ്ട്, ശ്രീനാഥ്, ഡോക്ടർ കോശി, മനു, കുറേ ഇരിപ്പുണ്ട്. അതിൽ ഒരെണ്ണം ആദ്യമായിട്ട് പനാമ കനാൽ ക്രോസ് ചെയ്യുന്നു. നമ്മുടെ ട്രാക്കിങ്ങിൽ ആദ്യമായിട്ടാണ് പനാമ കനാൽ ക്രോസ് ചെയ്യുന്ന ഒരു കണ്ടെയ്നർ കിട്ടിയത്. 27/6 ബാംഗ്ലൂർ, അത് കഴിഞ്ഞ് പതിവ് പോലെ എണ്ണൂർ, അവിടെ നിന്ന് അൽ ജസീറ, സ്പെയിനിലെ അൽ ജസീറാസ്, അവിടെ ട്രാൻസ്ഷിപ്മെൻ്റ് ഉണ്ട്. അൽ ജസീറാസ് എന്ന ട്രാൻസ്ഷിപ്മെന്റ് കഴിഞ്ഞ് പിന്നെ പോകുന്ന പനാമയിലെ ബൽബോവ പോർട്ടാണ്. നമ്മുടെ വിഴിഞ്ഞത്ത് തന്നെയുള്ള ബൈജു മറൈനർ, സെയിലർ മിക്കവാറും പോകുന്ന ലാറ്റിൻ അമേരിക്കൻ പോർട്ടുകളിൽ ഒന്നാണ് ബൽബോവയിലും ട്രാൻസ്ഷിപ്മെന്റ് ഉണ്ട്. ബൽബോവ എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് സൈഡിൽ നിന്ന് പനാമ കനാൽ ക്രോസ് ചെയ്ത് അക്കരെ എത്തുന്നതാണ് ബൽബോവ പോർട്ട്. ബൽബോവ പോർട്ടിൽ ചെന്നിട്ട് അവിടെയും ട്രാൻസ്ഷിപ്മെന്റ് ഉണ്ട്. അവിടുന്ന് മെക്സിക്കോയിലെ മാൻസനില്ലോയിലോട്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് കാർഗോ പോയിരിക്കുന്നത്. ഇനിയാണ് 13/9/26 അവിടെ എത്തും. ദറ്റ് വിൽ ടേക്ക് 79 days.
2 ട്രാൻസ്ഷിപ്മെൻറ്റ് 79 ദിവസം. നമുക്ക് താരതമ്യം ഇതുവരെ മെക്സിക്കോയിൽ നിന്ന് പനാമ കനാൽ കടന്ന് ഒരു കണ്ടെയ്നർ വന്ന താരതമ്യം പറയാൻ കഴിയില്ല. പക്ഷേ കുറച്ചുകൂടെ എളുപ്പം നമ്മുടെ ഇവിടുന്ന് പസഫിക് കടന്നു പോകുന്ന റൂട്ടായിരിക്കുമെന്ന് തോന്നുന്നു. അതൊക്കെ കപ്പൽ കമ്പനികൾ അവരുടെ ട്രാഫിക്, കാർഗോ തുടങ്ങിയ ഫാക്ടേഴ്സിനെയൊക്കെ വെച്ചാണ് അവർ തീരുമാനിക്കുന്നത്. എന്തായാലും ആദ്യമായി പനാമ കനാൽ കടന്നു പോകുന്ന ഒരു ട്രാക്കത്തോൺ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അയച്ചു തന്നത് പതിവ് പോലെ വിപിനാണ് ബാംഗ്ലൂരിൽ നിന്ന്.